അധ്യായം 17 താഹാരവിദ്യ. ഹൃദയതാമരയിലെ പരമവസ്തുവിനെക്കുറിച്ചുള്ള ധ്യാനം. പരമാത്മാവിന്റെയും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും വിശാലമായ വാസസ്ഥലമായും മുഴുവൻ സ്ഥലത്തും വ്യാപിച്ചിരിക്കുന്ന ഹൃദയസ്ഥലത്തെക്കുറിച്ച് ധ്യാനിക്കുന്നവൻ എല്ലാ ആഗ്രഹങ്ങളെയും നേടുന്നു. കഠിനമായ പുണ്യകർമ്മങ്ങളിലൂടെ നേടുന്ന ആനന്ദങ്ങൾ ഈ ആന്തരിക ആരാധനയുടെ ശക്തിയേക്കാൾ വളരെ താഴ്ന്നതാണ്. അങ്ങനെ അന്വേഷകൻ എല്ലാ ലോകങ്ങളിലും സ്വതന്ത്രമായി സഞ്ചരിക്കും. സാന്ദോക്യം 2. തള്ളവിരലിന്റെ ആകൃതിയിലുള്ള പ്രതീകവും ഹൃദയ എന്ന താമരപ്പൂവിന്റെ അചഞ്ചലമായ പ്രകാശവുമായ ഓമിനെ ധ്യാനിക്കുക. 3. ഹൃദയസ്ഥലത്തുള്ള ശുദ്ധമായ വസ്തുവിനെ ധ്യാനിക്കുന്നതിലൂടെ നിങ്ങൾ സംസാരത്തിൽ നിന്ന് മുക്തനാകും. ഹൃദയദിവ്യഗീതങ്ങളോടെ പരമാനന്ദത്തിൽ പരമമായ ഹംസത്തെ ധ്യാനിക്കുക. ബ്രഹ്മവിദ്യോപാനിഷത്ത്. 4. ജനങ്ങൾക്ക് യാജ്ഞവൽക്യന്റെ ഉപദേശം. ഹൃദയം ബ്രഹ്മമാണ്. അതിന്റെ സ്ഥാനം ഒന്നുതന്നെയാണ്. അത് വിഭജിക്കപ്പെട്ടിട്ടില്ല. ആകാശം അതിന്റെ താങ്ങാണ്. അത് സ്ഥിരമാണ്. സ്ഥിരമെന്ന് വിളിക്കപ്പെടുന്ന ബ്രഹ്മാവിനെ ധ്യാനിക്കുന്നവന്റെ ഹൃദയം അവനെ വിട്ടുപോകുന്നില്ല. എല്ലാ ജീവജാലങ്ങളും അവനെ സമീപിക്കുന്നു. അവൻ ദൈവമാണ്. അവൻ ദേവന്മാരിൽ ചേരുന്നു. ബൃഹദ്ധാരണേകോപനിഷത്ത്. 5. പരമാത്മാവ് ഹൃദയത്തിൽ ബാർലിയുടെ ധാന്യത്തേക്കാൾ ചെറുതാണ്. അത് ആവിയിൽ വേവിച്ചതിനു ശേഷം അരിയേക്കാൾ ചെറുതാണ്. അതേസമയം അത് ഈ ലോകത്തേക്കാൾ വലുതാണ്. ലോകങ്ങളിലെ എല്ലാ സ്വർഗ്ഗങ്ങളെക്കാളും വലുതാണ്. അവൻ എല്ലാ വസ്തുക്കളെയും ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും ആകർഷിക്കുന്നവനാണ്. ചാണ്ടില്യാർ ഛാന്തോക്യോപനിഷത്തിൽ പറയുന്നു. 6. പുരുഷസൂക്തം. ഹൃദയം താഴേക്ക് അഭിമുഖമായി നിൽക്കുന്ന ഒരു താമരമൊട്ടുപോലെയാണ്. തലയ്ക്ക് ഒരു സഹമുണ്ട്. ഈ ബ്രഹ്മഖണ്ഡസ്ഥാനം രക്തക്കുഴലുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു അടഞ്ഞ പെട്ടിപോലെയാണ്. അതിന്റെ അറ്റത്ത് എല്ലാം സ്ഥാപിച്ചിരിക്കുന്ന സിറിയൻ കവാടമുണ്ട്. അതിന്റെ മധ്യത്തിൽ എല്ലാ ഭക്ഷണത്തെയും ദഹിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന അഗ്നിയുണ്ട്. അതിന്റെ കിരണങ്ങൾ 4 ദിക്കുകളിലേക്കും വ്യാപിക്കുകയും കാലുകൾ മുതൽ തല വരെ ശരീരത്തെ നിറയ്ക്കുകയും ചെയ്യുന്നു. ആ അഗ്നിയുടെ മധ്യത്തിൽ മുകളിലേക്ക് നോക്കുന്ന ജ്വാല നീലമേഘത്തിൽ ഒരു മിന്നൽ പിണർ പോലെ ദൃശ്യമാണ്. സിറിയൻ മഞ്ഞനിറം യവധനം പോലെയാണ്. ഈ ജ്വാലയുടെ മധ്യത്തിൽ പരമാത്മാവ് ഇരിക്കുന്നു. അവൻ ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, ആകാശം, രാജാക്കന്മാരുടെ രാജാവ്. 7. നിധി നിക്ഷേപം. ഛാന്തോക്യത്തിൽ മറ്റൊരു ശ്രുതിയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയാത്ത ഒരാൾ ഒന്നും കണ്ടെത്താതെ അതിനെ മറിച്ചിടുന്നതുപോലെ ഒരാൾ എല്ലാ ദിവസവും ഹൃദയകമല ബ്രഹ്മലോകത്തിൽ അറിയാതെ ഉറങ്ങാൻ പോകുന്നു. 8. പോൾ തുസൻ ഉപനിഷത്ത് വാക്യസംഗ്രഹം. ഉപനിഷത്ത് ഋഷിമാർ ഹൃദയപ്രദേശത്തെ തലച്ചോറിനേക്കാൾ വലുതായി കണക്കാക്കുന്നു. കാരണം അവിടെ 5 പ്രാണങ്ങളും ഇന്ദ്രിയങ്ങളും ചിതറിക്കിടക്കുന്നു. അതാണ് മനസ്സിന്റെയും സിദ്ധന്റെയും വാസസ്ഥലം. ഉറക്കത്തിൽ ആത്മാവിന്റെ രൂപങ്ങൾ ഹൃദയത്തിലാണ്. മരണസമയത്തുപോലും അവ അവിടെ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് നാം രൂപങ്ങളെയും ശരീർത്തിയെയും ഗ്രഹിക്കുന്നത്. ജനങ്ങളും സത്യവും വാക്കും ഉദയം ചെയ്യുന്നു. ഹൃദയമെന്നാൽ അതാണ് പരമാത്മാവ് എന്നാണ് അർത്ഥമാക്കുന്നത്. 9 ഈ ഹൃദയാരാധനയാണ് ക്രിസ്തുസാക്ഷാത്കാരക്കാരുടെ ആചാരങ്ങളുടെ പ്രധാന സവിശേഷത. സംസാരത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട മതം ഗെയോൺ തന്റെ ഗുരുവിൽ നിന്ന് ഒരു ഉപദേശം സ്വീകരിച്ചു. അതായത്, ഹൃദയത്തിൽ കർത്താവിനെ അന്വേഷിക്കുക, നിങ്ങൾ തീർച്ചയായും അവനെ അവിടെ കണ്ടെത്തും. താമസിയാതെ അവളുടെ ഹൃദയത്തിൽ ഒരു അമ്പ് തുളച്ചു കയറിയതുപോലെ ആഴത്തിലുള്ള മുറിവ് അനുഭവപ്പെട്ടു. ആ മുറിവ് കർത്താവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞു. അവൾക്ക് സന്തോഷം നൽകി. പിന്നെ അവൾ നിഷ്ഠയോടെയിരുന്നു. വളരെ വികാരാധീനനായ ഒരു കാമുകൻ തന്റെ പ്രിയപ്പെട്ടവളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവൾ പറഞ്ഞു, കർത്താവേ, നിനക്ക് അതിരിട്ട സന്തോഷവും കഷ്ടപ്പാടും നൽകുന്ന ഒരു ഐക്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാനും ഇതിനെ സമ്മതിച്ചു. ഒരു പ്രത്യേക യക്ഷിയായി വന്നു. അവളുടെ ഉള്ളിൽ കർത്താവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവൾ എപ്പോഴും ബോധവാന്മാരായിരിക്കും. എല്ലാം അവന്റെ സേവനമായി ചെയ്യും. 10. ശ്രീമദ് ഭാഗവതം 14 അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ ഉപദേശങ്ങൾ. അധികമുയരമോ താഴ്ന്നതോമല്ലാത്ത ഒരു ഇരിപ്പിടത്തിലിരുന്ന് കുനിയാതെ നിവർന്ന ശരീരത്തോടെ 2 കൈകളും മടിയിൽ വെച്ച് മൂക്കിന്റെ അഗ്രം നോക്കി പൂരകം, കുംഭകം, രേസകം എന്നിവയുപയോഗിച്ച് അവൾ തന്റെ ജീവിതപാത ശുദ്ധീകരിക്കണം. അല്ലാത്തപക്ഷം രേസകം, പൂരകം, കുംഭകം എന്നിവ ചെയ്തുകൊണ്ട് അവൾക്ക് സ്വയം ശുദ്ധീകരിക്കാൻ കഴിയും. വേരിന്റെ വേരിൽ നിന്ന് കിരീടം വരെ താമരത്തണ്ടിന്റെ നൂലുപോലെ സൂക്ഷ്മവും തുടർച്ചയായതുമായ ഓം അവളുടെ ജീവിതത്തിലൂടെ ഹൃദയത്തിൽ വ്യാപിപ്പിക്കുക.
അതൊരു മണിയുടെ നാദം പോലെ ഉച്ചത്തിലും സ്ഥിരമായി മുഴക്കുക. ഈ രീതിയിൽ ഒരാൾ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പ്രണവത്തോടെ 10 തവണ പ്രാണായാമം പരിശീലിച്ചാൽ 1 മാസത്തിനുള്ളിൽ അയാൾക്ക് ശ്വാസത്തെ കീഴടക്കാൻ കഴിയും. ഹൃദയം ശരീരത്തിന്റെ അവയവമാണ്, തല കീഴായി. അത് അതിനു മുകളിലാണ്. മുകൾ ഭാഗം ഒരു പുഷ്പമല്ല, ഒരു മൊട്ടാണ്. അതിന് 8 ഇതളുകളുണ്ട്. നടുവിൽ ഒരു ദ്വാരമുണ്ട്. അതുയർന്ന മുഖമുള്ളതും പൂത്തുതുലഞ്ഞതുമായതിനാൽ അതിനെ ധ്യാനിക്കണം. അതിന്റെ കാൽക്കീഴിൽ സൂര്യനെയും അതിനു മുകളിൽ ചന്ദ്രനെയും അതിനു മുകളിൽ അഗ്നിയെയും ധ്യാനിക്കണം. ധ്യാനത്തിന് ഉപയോഗപ്രദമാണ്. ആ അഗ്നിയുടെ നടുവിൽ എന്റെ ശ്രീകൃഷ്ണന്റെ ശുഭകരമായ രൂപത്തെ ധ്യാനിക്കണം. നിങ്ങളുടെ എല്ലാ അവയവങ്ങളെയും ധ്യാനിച്ചിരുന്ന നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ അവയവങ്ങളിൽ നിന്നും മാറ്റി പുഞ്ചിരിക്കുന്ന മുഖത്ത് ധ്യാനിക്കുക. നിങ്ങളുടെ മനസ്സ് അതിൽ ഉറപ്പിച്ച ശേഷം എല്ലാറ്റിന്റെയും കാരണത്തെക്കുറിച്ച് ധ്യാനിക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സ് എന്നിൽ ഉറപ്പിക്കുക. മറ്റൊന്നും ചിന്തിക്കാതെ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ കാണും, ഞാൻ ഭഗവാൻ എല്ലാ ജീവികളിലും ഉണ്ടെന്നും എല്ലാ ജീവികളും എന്നോടൊപ്പമുണ്ടെന്നും ഞാൻ മറ്റൊന്നുമായി ഒന്നാണെന്ന പോലെ. ഈ രീതിയിൽ തീവ്രമായി ധ്യാനിക്കുന്നതിലൂടെ സമ്പത്ത്, അറിവ്, പ്രവൃത്തി എന്നിവയുടെ ബ്രഹ്മം അപ്രത്യക്ഷമാവും.